നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಸೊನ್ನೆಗಣಿಕೆ ಅವರು ವಿಷಯ ಇಟ್ಟಿಗಡೆ ನನ್ನೆ ಇಂಡത്തെ വിഷയത്തിൽ ನಾನು തുടക്കത്തിൽ നിങ്ങൾക്ക് ചൊന്നുകൊണ്ടുള്ളേ ഇബ്നു മാജ 1298 നമ്പർ ഹദീസിൽ ബൈഉൽ മുസായദ ഞങ്ങൾ ഏലം വിളിക്കല്ലേ അത് എന്തിരെ അതിരെ വിഷയം എന്തിനെ ചെന്ന് വിവരിക്കലേ കണിക്കത്തെ ഹദീസായിട്ടികൾ അതിൽ ചൊല്ല് അൻസാരിയായ ഒരു സുഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് കേൾക്കട്ട് സ്വതക്ക കേൾക്കട്ട് എന്തെങ്കിലും തറു നബിയെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഫഖാൽ ലക ഫീ ബൈതിക ഷൈഉൻ എന്റെ ഔത്തലെന്തും ഇല്ലേ സദക്ക കേട്ടോണ്ട് വന്ന ഗണിക്കത്തെ ആളൊട്ടുകു അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത് നിന്റെ ഔത്തലെന്തും ഇല്ലേ അപ്പോ ഖാല ബലാ അതെ ഹിൽസുൻ നൽബസു ബഅലഹു വനബ്സുതു ബഅലഹ നബിയേ ഞങ്ങളെ ഔത്തൽ ഒരു പാക്കറ്റ് ഗണിക്കത്തെ ഒരു ബെഡ്ഷീറ്റ് ഒരു പുതപ്പുണ്ട് അതിൽ പാതി ഞങ്ങൾ ബിരിക്കട പാതി ഞങ്ങൾ പയക്കട ഇടി ബിരിക്കോകില്ല ഇടി പയക്കോകില്ല കുടിക്കോ ഒരു ലോട്ട ഉണ്ട് ഒരു പാത്രം ഉണ്ട് വേറെ എന്തും ഇല്ല റസൂല ചൊന്തു കൊണ്ടുവാ ഞങ്ങൾ ചൊല്ലുക ആ ഇന്ന ഒരു പുതപ്പുടയും ആ ഒരു ബിരിപ്പുടയും പാതി പാതി അതിനും കൂടി കൊണ്ടുവരോ ചൊന്തല്ലേ ഞങ്ങൾ അങ്ങനെ അയച്ചനക്കുക അയെങ്കിലാ അൻസാരിയായ സഹാബി ഔത്തുക്ക് പോയിട്ട് വേഗനെ കൊണ്ടുവണ്ട് ആ രണ്ട് വസ്ത്രയും കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിയുടെ ഹദ്റത്തിൽ വെച്ചിട്ട് വിട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ഈ രണ്ട് വസ്തു കൊണ്ടുകൂടെ ഇതൊന്നും പയക്കരുത് ഇതൊന്നും കുടിക്കരുത് ഇതാർക്ക് വേണു ഒരാൾ ചൊല്ലു ഒരു ദിർഹമുക്ക് വേണു റസൂലുള്ളാഹിയുടെ ഇതിനെ കാട്ടി യാറത്തുകാർക്കെങ്കിലും വേണ അപ്പൊ പിന്നൊരാൾ ചൊല്ലു 2 ദിർഹമുക്ക് നക്ക് വേണു അപ്പൊ ആ 2 ദിർഹമുക്ക് കേട്ടാൽ ഈ 2 വസ്ത്രയും റസൂലുള്ള കൊടുത്തിട്ട് 2 ദിർഹം എടുത്തിട്ട് ആ അൻസാരിയായ സുഹാബിയുടെ കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ഇദ്ഹബ് ഫഹതതിബ് വലാ അറാക 15 യൗമ അപ്പൊ തിരിഞ്ഞു പറഞ്ഞില്ല പോണിഞ്ച് നാൾ കാല് വെക്കോത്തിര എന്റെ മുട്ട പറഞ്ഞില്ല നിങ്ങളെ മുഖനൊക്കെ കാട്ടോത്തിര പോണിഞ്ച് നാൾ കഴിഞ്ഞിട്ട് വന്ന് മെയ്യാവും പോയിട്ട് കാട് പോയിട്ട് കോലാക്കിയിട്ട് വിത്തിട്ട് ജീവിക്കും അപ്പോ പോണിഞ്ച് നാളാവുമ്പോ പോണിഞ്ച് ദിർഹം കയ്യിലുണ്ട് 10 ദിർഹം കയ്യിലുണ്ട് പോണിഞ്ച് നാളാകുമ്പോ അതിനെ എടുത്തോണ്ട് റസൂലുള്ളാഹിയുടെ മുട്ട ഓടിയോണ്ട് വന്ന് ഹബീബായ നബിയേ റസൂലുള്ളാഹ് ഇതാ പോണിഞ്ച് നാൾ കഴിഞ്ഞു പോയിട്ട് നിങ്ങളെ നോക്കാണ്ട് എന്റെ കയ്യിൽ 10 ദിർഹമുണ്ട് ഇതാ ലാഭിച്ചത് നാളുകും കോലുണ്ടാക്കിയിട്ട് വിത്തിട്ട് നന്റെ പേർ നിറച്ചിട്ട് നന്റെ മക്കളെ പേർ നിറച്ചിട്ട് നന്റെ ഔത്തര ചെലവ് നോക്കിയിട്ട് പോണിഞ്ച് നാൾ കഴിഞ്ഞിട്ട് നന്റെ പോണിഞ്ച് 10 ദിർഹം എന്റെ ഒട്ടുണ്ട് റസൂൽ ചൊന്ത് പാതില് നിന്റെ പോണിഞ്ച് നാൾ മുന്നൽകൂ ഞാൻ എടുത്ത ആ പുതപ്പുണ്ട് നിന്റെ വസ്ത്രത്തെ നീ എടു അതുപോലെ നിന്റെ ഔത്തുക്ക് എന്തിന് ചോറ് റേഷൻ എന്തിനുണ്ട് അത് നീ എടു പാതി പൈസ തല്ലുണ്ട് എന്നിട്ട് ചൊല്ലു അൽ മസ്അലതു നുഖ്തതും ഫീ വജ്ഹിക യൗമൽ ഖിയാമ ഓ സ്വഹാബി ആരട്ടും എന്തെങ്കിലും കേൾക്കുന്നുണ്ടല്ലേ ഖിയാമത്ത് നാളിൽ വരുമ്പോ മുഖത്തിൽ കറുത്ത പുള്ളിയായിട്ട് കിട ആൽമാർട്ടു കേൾക്കോ പോണ്ട സ്വന്തം നയിച്ചിട്ട് നിന്റെ ജീവന മഹീഷത്ത് നീ നോക്ക് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിങ്ങൾ മനസ്സിലാക്കണേ ഒരു ഭാഗ ഒരു വിഷയ മാക്സിമം ഞങ്ങളെ കൈകൊണ്ട് നിങ്ങൾ അധ്വാനിച്ച് നയിച്ച് തിന്നോ രണ്ടാമത്തെ ഒരു പാഠമുണ്ട് ഇതിലെ ഉൽഗത്തിൽ രണ്ടാമത്തെ ഒരു പാഠമുണ്ട് പാവമായ പട്ടിണി കിടക്കുന്ന ആള് അവിടെ പരിഹാരമുള്ളത് എവിടെ നിങ്ങളെ ഔത്തിലെ പരിഹാരമുണ്ട് റസൂലുള്ള പരിപാടി ലോകത്തെ നേതാവല്ലേ
റഹ്മത്തുല്ലിൽ ആലമീൻ അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ ചൊല്ല് നിന്റെ സമസ്തക്ക് പരിഹാരം നിന്റെ ഒട്ടിಗೆ ഉണ്ട്. ಕಾರಣ ನಂಗಾರು ಗೊತ್ತುಂಡ ಬ್ಯಾಂಕ್ ಲೋನ್ ಗಿಟ್ಟು ಚೊಂದಿಟ್ಟು ಅವ ಕಟ್ಟಿಟ್ಟು ಅವೋ ಇಲ್ಲ ಅವത്തിന് ಜಾಗ ಇಲ್ಲ. കാറ് ഫുൾ ലോങ് തണ്ടർ ചെന്നിട്ട് കാർ എടുത്തിട്ട് ഒരു 4 തിങ്കൾ ഓടുവാട്ടിട്ടാകുമ്പോഴത്തേക്കു കാറും ഇല്ല, കാർക്ക് പേനായിട്ട് സേഫ്റ്റി ആയിട്ട് വെച്ച് കാണിക്കത്തെ ജാഗവും ഇല്ല. അതേപോലെ ബംഗാറ് പണയം വെച്ചിട്ട് ബിസിനസ് ആക്കിയിട്ട് ബിസിനസ്സും ഇല്ല, ബംഗാറും ഇല്ല. അതല്ല, 2 ദിർഹമുണ്ടെങ്കിൽ 10 ദിർഹം നിങ്ങൾ നയിക്കണോ, അതായിട്ടിക്കട് അതും നിന്റെ അവത്തെ പൊതപ്പ് കൊടുത്തിട്ടായെങ്കിലും സമ അതിൽ നീ നയിക്കോ പഠിക്കണോ. ഈ വിഷയ ഇവിടെ നാം എന്തൊക്കെ ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സമസ്യങ്ങൾ വന്നുകൊണ്ടുണ്ട് സമൂഹത്തില് സമുദായത്തില്. ഈ സമസ്യങ്ങളെ തീർക്കോ ഞങ്ങളെ മുട്ടമേ പരിഹാരമുണ്ട്. ബുദ്ധിವಂತಿಕೆಲ್ಲ ഞങ്ങൾ ಉಪಯೋಗ ಹಾಕೋಣ, ತಂತ್ರಗಾರಿಕೆ ಬೇಡ, ವಿವೇಕ ಉಪಯೋಗ ಹಾಕೋಣ, ബുദ്ധിವಂತಿಕೆಲ್ಲ ഞങ്ങൾ പ്രവർത്തിക്കണോ. അതായത് എന്തൊക്കെ നാട്ടിൽ ചൊന്നറിയെന്നെങ്കിൽ അഹമ്മദ് ഖുറേഷിന്റെ ചൊല്ല കണിക്കത്തെ പാലക്കാട് വിഷയത്തിൽ വലിയ കോലാഹലമേ ഉണ്ടായിട്ട് വലിയ പിക്കറ്റിംഗ് DC ഓഫീസിന്റെ മുന്നിൽ പോലീസ് കമ്മീഷണറുടെ മുന്നിൽ പ്രതിഭಟನೆ നടന്നു. ആയെങ്കില ഇതിനെ ഉൾഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തിനു ചൊന്നെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനത്തെ ദൗർജന്യങ്ങ, ഇങ്ങനത്തെ സമസ്യങ്ങ, ഇങ്ങനത്തെ അക്രമങ്ങ എന്തുകൊണ്ട് ഉണ്ടാവിടും? എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് അവിടെ വെച്ചിട്ട് പരിഹാരം കാണുകയാവില്ല? അഹമ്മദ് ഖുറേഷിന്റെ വിഷയം മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും ഗൊന്തില്ലാത്ത പോലെ പേപ്പറിന്റെ ഒരു സൈഡിൽ വന്നിട്ടുള്ള ഷബീർ മൗലവി ചൊട്ടകണികത്തെ ഭട്കൽക്കാരനായ പൂനാ പള്ളിയിൽ ഇമാമായിട്ട് നിസ്കരിപ്പാട്ടുണ്ട് കണിക്കത്തെ ഒരാളെ കൊണ്ടുപോയിട്ട് 9 വർഷം ജയിലിൽ വെച്ചിട്ട് ശിക്ഷിച്ചപ്പോ മർമാംഗത്തിക്ക് ഗുപ്താംഗത്തിക്ക് കെമിക്കൽ ഇട്ടിട്ട് ആ ബാലക്കാരുടെ ശിക്ഷിച്ചപ്പോ മിഞ്ഞാണ്ട് പോണെന്ന താരിഖിരണ്ട് ഇല്ല, അയാൾക്ക് തപ്പാക്കിയിട്ടില്ല, ഇന്നോസെന്റ് നിരപരാധി ചെന്നിട്ട് അയാളെ വിട്ടിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഗൊന്തുണ്ട് ആ വിഷയം. പൂണാത്തിൽ പള്ളിയില് ഒരു ഇമാമായിട്ട് നിസ്കരിച്ച കണിക്കത്തെ ഒരു ഉസ്താ 9 വർഷം കൊണ്ടുപോയിട്ട് ജയിലിൽ വെച്ച വിഷയ ആരെങ്കിലും ഗൊന്തുണ്ട? എവിടെ ഞങ്ങൾ സോക്കൂടെ? എവിടെ ഞങ്ങൾ പരിഹാരം കാണ്ടേ? വേറേതേക്ക് ഞങ്ങൾ പോയിട്ട് ബാഹ്യമായിട്ട് ബഹിരംഗമായിട്ട് ഒരു പ്രതിഭಟനാക്കിയത് കൊണ്ട് തീരെ കണിക്കത്തെ സമസ്തങ്ങല്ല. ഒരു സമസ്ത പോലീസ് ಮೂಲಕ ഞങ്ങൾ അന്യായെങ്കിൽ ഒരു ഇലാഖരമേ ഞങ്ങൾ അപരാധിയാക്കുക തീരാ. കാരണം എന്തേ? ഞങ്ങള് പെൺമക്ക കഴുത്തില് ബംഗാറ്, കയ്യില് ബംഗാറ്, മങ്ങിലത്തെ ഹാളില് കിലകണക്കില് ബംഗാറിട്ട് നടക്കണമെങ്കിൽ അതിക്കൊരു സുഭദ്രത്തെ, ഒരു ഭദ്രത്തെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പോലീസ് ഇലാഖയല്ലേ. ബസാറിൽ പോയിട്ട് കോട്ടിക്കണക്കിന് ചരക്കിട്ടിട്ട് നിങ്ങൾ ബിസിനസ് ആക്കണമെങ്കിൽ പോലീസുകാരെ ഭദ്രത ഇല്ലേ? അതൊക്കെ ഒരുവേള പോലീസുകാർ ഇല്ലാണ്ടായിരുന്നാവൻ. അതേപോലെ ഞങ്ങളെ പെങ്ങന്മാർ, ഞങ്ങളെ പെഞ്ഞായിമാരെ ഔത്തുൽ പൊട്ടിട്ട് നിങ്ങൾ ഗൾഫുക്ക് പറക്കണമെങ്കിൽ കാനൂನು സുവ്യവസ്ഥയെ കാക്കണ കണിക്കത്തെ ഒരു ഇലാഖ അവിടെ ഉണ്ടു ചൊല്ലതായിട്ട് ഞങ്ങൾ ധൈര്യമേത് മൊത്തമായിട്ട് ഞങ്ങൾ ഒരു ഇലാഖരെ അപരാധിയാക്കുക തീരാ. ആര് അപരാധാക്കിയത്? അങ്ങനെ മേലെ കാനൂണ് ക്രമ ആവണുണ്ട് ഞങ്ങൾ വാദാക്കുന്നുണ്ടല്ലാണ്ട് മൊത്തമായിട്ട് എല്ലാരും മോശപ്പെട്ടങ്ങ, എല്ലാരും ತೊಂದರೆಯಾಕಡಂಗ ഞങ്ങൾ ഓർക്കും അങ്ങനെ ബേരിക്കോ തീരാ. കാനൂണ്, ലോ ആൻഡ് ഓർഡർ ഇത് വലിയൊരു വിഷയമായിട്ടിക്കടെ. കാരണം ഞങ്ങളെ റായത്തിൽ ശാന്തിയും സമാധാനം കൊണ്ടുവർക്കുള്ള ഒരു വലിയ ഇലാഖയായിട്ടിക്കടെ പോലീസ് ഇലാഖ. അതേപോലെ അനൈതികമായിട്ട് നടക്കണ കണികത്തെ എല്ലാ ചട്ടുവട്ടിക്കങ്ങളും നിപ്പാട്ടുകു താക്കത്തുള്ള ഇലാഖ അത് പോലീസ് ഇലാഖയായിട്ടിക്കടെ. എല്ലാ ഗാഞ്ച ഭംഗി നിപ്പാട്ടുകു സാധ്യമുള്ള കണികത്തെ ഒരു ഇലാഖ ഉണ്ടെങ്കിൽ അത് പോലീസ് ഇലാഖയായിട്ടിക്കടെ. നാ കേട്ടോണ്ടുള്ളേ പരിഹാരം ഏത് ചൊന്നെങ്കിൽ ഞങ്ങളെ ബാലക്കാർക്ക് എന്തുകൊണ്ട് ആ പോലീസ് ഇലാഖയില് വലിയ സംഖ്യയിൽ സേരകുത്തീരാ? നമുക്കെന്ത് വലിയ വലിയ ഓഫീസർമാരാവണകുത്തീരാ? ലാട്ടില് അടി തിന്നിടത്ത് മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ ലാട്ടി പിടിക്കുക എന്റെ സാധ്യയില്ല. ഞങ്ങൾ ലാട്ടി പിടിക്കണ ഞങ്ങളെ ബാലക്കാർ പോലീസ് ഇലാഖയ്ക്ക് സേരണു, അധ്വാനിക്കണു. അവിടെ വെച്ചിട്ട് ചൊല്ലറ് ഞങ്ങൾ പഠിച്ച ഞങ്ങൾ പോയാ ഞങ്ങൾ സ്വറ കിട്ടില്ല. അവിടെ ಹೋರಾಟ ಹಾಕೋಣ. ഞങ്ങൾക്ക് മാക്സിമം
ഞങ്ങളുടേതായിട്ടുള്ള സമുദായത്തിന് കിട്ടണായ കാറ്റഗറി എന്ത് കിട്ടണോ ഷെഡ്യൂൾ പ്രകാരം അത് ഞങ്ങൾ എന്തുകൊണ്ട് കിട്ടില്ല ചെന്നിട്ട് അവിടെ വെച്ചിട്ട് പോരാട്ടാക്കണം ഞങ്ങൾ അതായിട്ട് കിട്ടി. ഇന്ത്യൻ പോലീസ് ഇലാഖയിൽ എത്ര പോലീസ്മാരുണ്ട് കൊണ്ടുണ്ട്? 1.25 lakh തോള്. 1.25 lakh 31,537 പോലീസ്മാർ. ഇതില് മുസ്ലിംസ് എത്ര കൊണ്ടുണ്ട്? നിങ്ങൾക്ക് എത്ര ഇട്ടിക്കും? 1,08,602 ജണ്ട്. 2005 13 lakh പോലീസ്മാർ ഇന്നെങ്കിൽ അതില് ടോട്ടൽ ഇന്ത്യത്തില് 1,634 പോലീസ് മുസ്ലിമും. അതേപോലെ കർണാടകത്തില് ഉണ്ട് 74,699 പോലീസുകാർ ഇന്നെങ്കിൽ കർണാടകത്തിൽ എത്ര ആള് പോലീസ് മുസ്ലിം ഉണ്ട്? 4,766. എത്ര പെർസെന്റേജ്? 6.4% പോലീസ് അധികാരികൾ ഞങ്ങളുടെ പോലീസ് ഇലാഖയിലുള്ള കേവല 6% ഇടുകിട്. അത് മാത്രമല്ല, ഈ കർണാടകത്തില് IPS അധികാരികൾ എത്ര ഉള്ളത്? 13 IPS അധികാരികൾ ഉള്ളത് വർക്കാക്കിക്കൊണ്ടുള്ളത്. ഷമീം ബാനു, മുഹമ്മദ് സനാഉല്ല, ജവാദ് അക്തർ, ജമീർ ഭാഷ, LK അത്തീഖ്, മുഹമ്മദ് സാദിഖ്, അഞ്ജുമാൻ പർവീസ്, മുഹമ്മദ് മുഹ്സിൻ, അബ്ദുൽ കലാം, സൽമ, സയ്യിദ് സലീം, അൻസാർ ഭാഷ, ജാഫർ PC, രണ്ട് പെൺമക്ക കൂടി IAS അധികാരികൾ കർണാടകത്തിൽ വർക്കാക്കിടറ്. അയങ്ങള ടോട്ടൽ 13 മാത്ര. ഇനി IAS IPS എത്ര ഉള്ളത്? കേവല 8 ആൾ മാത്ര. AR ഹയാത്ത്, ഹഫീസ്, നാസിർ അഹമ്മദ്, മുഹമ്മദ്, വജീർ അഹമ്മദ്, അബ്ദുൽ സലീം, ഉൽഫത്ത് ഹുസൈൻ 8 ആൾ മാത്രമായിട്ട് IPS അധികാരികളുള്ളേ. ഞങ്ങൾ മനസ്സിലാക്കില്ലേ? ഞങ്ങൾ ചിന്തനാക്കില്ലേ? കാരണം ഞങ്ങളുടെ പരിസ്ഥിതി ഇന്ത്യത്തില് 2001 സെൻസസ് പ്രകാരം 13,81,00,000 എങ്കിൽ 2011 17,22,00,000 ആയെങ്കിൽ 2006 ഇന്ത്യത്തിലുള്ള IPS 3,219 123 കേവല. അതേപോലെ 2016 IPS 3,754 175 കോടി. എപ്പോ ഇത് വന്നത്? 2006 സാച്ചാർ വറതി ചൊല്ലക്കണിക്കത്തെ ഒരു വറതി വന്നത് നമുക്കല്ല. സാച്ചാർ വറതി എന്തിനാ സാച്ചാ? മുസ്ലിം, ഇന്ത്യൻ മുസ്ലിം എന്തിനുണ്ടോ? ഇന്ത്യൻ മുസ്ലിം കൂടെ കേവല വലിയ ബമ്പത്തന കാട്ടില്ലേ? ടോട്ടലി ഇന്ത്യത്തിലുള്ള മുസ്ലിം നിങ്ങൾക്ക് 1,000 രൂപ ചെലവാക്കുക താക്കത്തില്ല. 1,000 രൂപ ചെലവാക്കുന്ന താക്കത്ത് ഇന്ത്യൻ ഒരു മുസ്ലിമുക്ക് തിങ്ങൾക്കില്ല. ആ പരിസ്ഥിതിയിലുള്ള SC ST കാട്ടി ഹിന്ദുളിത പരിശിഷ്ട വർഗയില്ലേ അതിനെ കാട്ടി താന വർഗത്തിലായിട്ട് മുസ്ലിം സമുദായത്തെ പരിസ്ഥിതി ആവട്ടെ. അതിൽ പിന്നെ മിഞ്ഞാണ്ടൊരു റിപ്പോർട്ട് ബന്ത്, ദ ഇന്ത്യൻ എക്സ്പ്രസിൽ ബന്ത് 10 years after such a report എന്തായിട്ട് 1% 2% എന്ത് ബദലാവനായിട്ടില്ല. എത്രയോ ഇലാഖ്യങ്ങ ബദലാവനായിട്ടേ ഇല്ല. ഞങ്ങൾ ഗൗജി ഗമ്മത്തിലേ ഉള്ള ഗൗജിഗമ്മത്തിലുള്ള ഞങ്ങളെ പെണ്ണുങ്ങള് സാരി അട്ടിവെച്ചെങ്കിൽ ഹിമാലയത്തിക്ക് എത്തും. ഉടുക്കൊക്കെ തുണിയില്ല, ಬೆಕ್ಕೋಕೆ ಜಾಗ ಇಲ್ಲ. ಉದ್ದತ್ತಿಗೆ ಬರ್ತಿಯಂಗಲು ಕನ್ಯಾಕುಮಾರಿ ತೋಲು 3000 ಕಿಲೋಮೀಟರ್ ಬೇಕಾ ಸಾರಿಗ ರೂಮ್ ஒரு சாரிக்கு 1 லாக் மங்கியத்துக்கு ஒரு பட்ட உடுக்கக்கு பெண்மாயிட்டு உபயோக ஆக்கிடே ரேஸ்தே சாரி ಹಿಮಾಲಯಕ್ಕೆ போவா. ಅದು ಮಾತ್ರ ಅಲ್ಲ, ಈ ಕಾಸರಗೋಡು ಕೇರಳ ಜಿಲ್ಲೆ ದಕ್ಷಿಣ ಕನ್ನಡത്തിലുള്ള പെൺമക്കളെ ಕಲ್ತುള്ള ಬಂಗಾರಲೆ ಎಂತಾಕ ಒಂದುಂಡ ಬೆಂಗಳೂರಿಗೂ ಸ್ಟೀಲ್ ಬ್ರಿಡ್ಜ್ ಅಲ್ಲ, ಓವರ್ ಬ್ರಿಡ್ಜ್ ಮಾತ್ರ ಅಲ್ಲ, ಬೆಳ್ಳಿಡೆ ಬ್ರಿಡ್ಜ್ വേണമെങ്കിൽ നടക്കാം. അയങ്ങള സദുപയോഗ ഇല്ല, ಬೇನ್ಮಾಯ പോലെ ಉಪಯೋಗ ಹಾಕಿಲ್ಲ. ഞങ്ങളെ ബാലക്ക ഗ്രൗണ്ട് ഉള്ളറ് ഫിറ്റ്നസ് ആക്കും, ജിമ്മുക്ക് പോണ്ടറ്, തിങ്ങൾക്ക് 3000 കൊടുക്കണറ്. ചങ്ങായിമാരെ ആൾച്ചനാക്കോ, ഞങ്ങൾ പോലീസ് ഇലാഖയ്ക്ക് ಸೇರಿയെങ്കിൽ ഞങ്ങളെ തടി ഫിറ്റ്നസ് ആവിടും, ഫിറ്റ് ആവിടും.
ഫിറ്റാക്കിയൊക്കെ പൈസ കിട്ടും, ശമ്പളം കിട്ടുന്നത്. ഈ തിങ്ങറുകട്ടിലെ ഗ്രൗണ്ടിൽ കഴിച്ചിട്ട് തൊണ്ടയുടെ പസാർ വാട്ടറെ കാട്ടി പോലീസ് ഇലാഖയിൽ സേരിട്ട് അവിടെ നല്ല നല്ലതായ കടിക്കത്ത് ഫുഡ് കിട്ടുന്നത്, ശമ്പളം കിട്ടുന്നത്, ബോഡി ഫിറ്റ്നസ് ഉണ്ട്. റോഡ് റോമിയോ എൻഫീൽഡ് ആ ബുള്ളറ്റ് ബൈക്കിൽ തിരിഞ്ഞിട്ട് പെൺമക്കൾ തമാശാക്കിട്ട് അടിക്കിട്ടതിനെ കാട്ടി എൻഫീൽഡ് ബൈക്കിൽ ഒരു പോലീസ് അധികാരിയായിട്ട് ലാട്ടി പിടിച്ച് നടക്കുകയോ മുസ്ലിം സമുദായത്തിന് സാധ്യമാവും. എന്ത് കാനൂൺ സ്ഥാപന ന്യായത്തിന് മേന്മായിട്ട് എന്ത് തീരാ ഞങ്ങൾ ബെർത്തേക്ക് ഞങ്ങളെ ಬೇರ್ಪಡೆ ഞങ്ങളെ ശക്തിയുടെ ഞങ്ങളെ കറേജ് ഇതിനെല്ലാം ഞങ്ങൾ ഉപയോഗാക്കടെ എവിടെ വേണ്ടാത്തതിക്ക് മേന്മായിട്ട് ഉപയോഗാക്കണേ. അതേ സമയത്ത് പോലീസ് ചൊല്ലെങ്കിൽ എന്ത് റെസ്പോൺസിബിൾ ഫോർ ദി പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രൈം ആൻഡ് ദി മെയിന്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ. കാനൂണില് പബ്ലിക് ഓർഡർ ಕಾನೂನು ಸುವ್ಯವಸ್ಥೆ ಕಾಕಡೆ ಗಣಿಗೆ ഒരു ഫീൽഡ് ആയിട്ടിക്കട് പോലീസ് ഇലാഖ. അതേപോലെ അത് പവർ ആയിട്ടിക്കട്, അത് ഒബീഡിയന്റ് ഓഫ് ദി നേഷൻ ആയിട്ടിക്കട്, ലിബർട്ടി ആയിട്ടിക്കട്, ഇന്റലിജൻസ് ആയിട്ടിക്കട്, കറേജസ് ആയിട്ടിക്കട്, എഫിഷ്യന്റ് ആയിട്ടിക്കട്. അപ്പോ അതേ സമയത്ത് ആ ഇലാഖയിൽ എന്തെങ്കിലും യാരക്കൊടി വരുമ്പോ അത് കേൾക്കുക ആർ വേണം. നാനും നിങ്ങ പോയെങ്കിൽ ഞാവല്ലേ ഞങ്ങളെ IPS അധികാരിങ്ങ വേണം, IAS അധികാരിങ്ങ വേണം, വലിയ വലിയ ഉന്നത ಹುದ್ದೆയുള്ള ആൾമാർക്ക് വേണം. അത് തയ്യാറാക്കുക ഞങ്ങൾ സാധ്യമാണോ? പോലീസ് ഇലാഖയില് ഗണനീയമായ സംഖ്യയില് ഞാനൊരു പോലീസ് അധികാരിയാവിടെ. അതേ സമയത്ത് ഞങ്ങൾ ജനാഗ്രഹത്തിന് ഒന്നുണ്ട് ഡിപ്ലോമ ആക്കിയിട്ട് ഇംഗ്ലണ്ട് കമ്പനി കിട്ടണു, അമേരിക്കൻ കമ്പനി കിട്ടണു. തിങ്ങൾക്ക് 1.5 lakh ರೂಪಾಯಿ ಸಂಬಳ, 2 lakh ರೂಪಾಯಿ ಸಂಬಳ കിട്ടണു. ഞങ്ങളെ ചിന്തന ഡോക്ടർ ആവണു, അതേപോലെ എഞ്ചിനീയർ ആവണു. ഡോക്ടർ എഞ്ചിനീയർ ആവട്ടെ എന്ത് ലാഭമായിട്ട് നല്ല അവ കിട്ടിട മോലെ ಬಂಗಿಲಾಕುಂಬತ್ತುಗೋ ಜಂಡಿಗೆಲ್ಲ ಬಂಗಾರಿತ ಕಡ್ತಾರ ಅಲ್ಲೇ ಈ ಬೆಲೆ ಬೆಲೆ ಲಾಕ್ ಸಂಬಳ ಕಿಟ್ಟಿಗಳ ಅಕ್ಕಡಂದ್ರೆ ಇತ್ತರೆ ಅದ್ರಟ್ಟು ಅಪ್ಪರಂದು ಹೋಗಾವಲ್ಲ. ಕಾರಣ ಬೇರೆ ಇತ್ತರೆ ಅಲ್ಲ ಎಲ್ಲಾರ್ಗೂ ಉಳ್ಳೆ ചൊമ്മ തിന്നോകാവില്ലേ, ഷുഗർ ഉണ്ട്, BP ഉണ്ട്, പിന്നെ തിന്നോവില്ലേ. പിന്നെ ഇതിലുണ്ടാകട്ടെ കില കില കണക്കിൽ മക്കോ കത്തിക്കിട്ട് നടുക്കിട്ട് നാ ചൊല്ലേ ഈ ബംഗാറ് ഈ സ്വത്ത് ബതുക്കാക്കിട്ട് ഞങ്ങളെ 300 കമു ഞങ്ങളെ കൗമു ഞങ്ങളെ പുള്ളിമാരെ മക്ക റോട്ടിൽ നടക്കണ്ടേ? കാനൂൺ സുവ്യവസ്ഥയെ കാക്കുകാറുള്ളത് ഞങ്ങളുള്ള ബംഗാർ ഞങ്ങളുടെ സ്വത്ത് എല്ലാം ഞങ്ങൾക്ക് ബന്ധിട്ട് വെക്കാം. തെരലു നടക്കുക സാധ്യ ഇല്ലെങ്കിൽ ആ ബംഗാറിനെ വെച്ചിട്ട് എന്താക്കോ സാധ്യ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കണ വിഷയ ഞങ്ങൾ ലാട്ടി പിടിക്കണങ്ങ അടിത്തിനടങ്ങ മാത്രമാണ് തീരാ ലാട്ടി പിടിക്കണങ്ങാവണം. പോലീസ് ഇലാഖയില് അതുപോലെ പല പല ഇലാഖകളില് ഞങ്ങൾ പോയിട്ട് ഞങ്ങളെ പ്രാതിനിധ്യ കാട്ടുക തയ്യാറാവണു. വെറുതെ പോയിട്ട് റോഡിൽ ഞങ്ങൾ അടിത്തിനട വിഷയം മാത്ര ആവണു തീരാ ബദലി ചിന്തന. ഏതുപോലെ റസൂല പടിപാടില്ലേ നിന്റെ ഔത്തിൽ പുതപ്പുണ്ട് അത് വേണ്ടതിക്ക് കൊടു. 2 ರೂಪಾಯಿ കെട്ടിത്ത 10 ರೂಪಾಯಿ നയിക്കടെ തെരുവുണ്ട്. ആ ചിന്തനങ്ങ പറഞ്ഞു. ഞങ്ങൾക്ക് ഗോണിൽ നെല്ല് നിറക്കോ മാത്രം പഠിക്കണല്ല, കണ്ടത്തിൽ ഭിത്തിട്ട് അതെ ബലയൊക്കെ പഠിക്കണു. അത് ബുദ്ധിವಂತಿಗೆ ഒരു മുട്ട കിട്ടിയെങ്കിൽ അതിന് ബർപ്പ് അതിനെന്തരേ ബേപ്പാട്ടി തിന്നടേ. അത് മാത്രമല്ല, പിന്നെ അതിലൊരു കുഞ്ഞു ബണ്ട് കണ്ടു ചൊല്ലത് വായിച്ചനാക്കണു. ഒരു ജീവത്തെ കൊണ്ടുവരകാവണു. ബദലി ചിന്തനങ്ങ, ബദലി ഉദ്ദേശങ്ങ, ബദലി മാർഗങ്ങ, ബദലി ತಂತ್ರಗಾರಿಕೆ ഇതായിട്ടിക്കട് ഈ ഉമ്മത്തിനെ അഭിവൃദ്ധിക്ക് ಬೆಳವಣಿಗೆಗೆ കൊണ്ടുപോകേണ്ടത്. അതുപോലെ ನಾನು ഓർമ്മയാക്കടെ ഇത് മാത്രമല്ല, ഈ ഷബീർ മൗലവിയുടെ പോലെമേ 14 ವರ್ಷ ಕಷ್ಟ ಬಂದೆಗಳಿಗೆ ಅಮೀರ್ ಖಾನ್ಡೆ ಬಗ್ಗೆ ನಮಗೆ ಗೊತ್ತಿಲ್ಲ. ನಂಗೋ ಫಿಲ್ಮ್ ಆಕ್ಟರ್ ಅಮೀರ್ ಖಾನ್ಡೆ ಬಗ್ಗೆ ಮಾತ್ರ ಗೊತ್ತು. ಬಾಂಬೆ ചൊല്ലുകണിക്കത്തെ ഒരു പ്രദേശത്തിൽ ജീവിച്ച് 20 വർഷക്കാരനായ അമീർ ഖാന്റെ ബാലക്കാരുടെ 1398 കൊണ്ടുപോകേണ്ടത് പോലീസിനെ കൊണ്ടുപോയിട്ട് 14 വർഷക്കാലം ഏതുവരെ ചൊന്നെങ്കിൽ അയാളെ കയ്യിലെ ഉഗ്രനെ കൂടി വലിച്ചെടുത്തിട്ട് ചിത്രഹിംസ കൊടുത്തത്. അവസാനം ബാപ്പ മരിച്ചപ്പോ പോലും ബാപ്പയുടെ മയ്യത്ത് പോലും കാട്ടാത്ത കണിക്കത്ത ഒരു സമൂഹം. അത് മാത്രമല്ല, ഉമ്മ സീക്കിൽ കിടന്നപ്പോ പോലും ഉമ്മയുടെ നോക്കുക വിടാത്ത കണിക്കത്ത ഒരവസ്ഥ. അങ്ങനത്തെ അമീർ ഖാൻ
2013 ഇന്നോസെന്റ് ആയിട്ട് മൈ 14 years struggle to the prove my innocence ചെന്നിട്ടുള്ള വലിയൊരു ബുക്ക് എഴുതിയ അയാള്. അത് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടാക്കിയത്. അതിൽ ചൊല്ലു 14 വർഷക്കാലം നാന് പോലീസിനെ അടിയും അതും ഇതും തിന്നിട്ട് നന്റെ മർമാംഗത്തെ ഷോക്ക് വെച്ചിട്ട് എന്തെല്ലാം കഷ്ടതൊക്കെ തന്നറി എല്ലാം നഷ്ടപ്പെട്ടത്. 14 ವರ್ಷ 2013 ನಾ ಜೈಲಿಗೆ ಹೊರತು ಬರುಮೊತ್ತಿಗೂ ನಿರಪರಾಧಿ, ನಾನು ಇನ್ನೋಸೆಂಟ್. 14 ವರ್ಷ ಕಾಲ. ಇದು ಒಂದಲ್ಲ ಜಟ್ಟಲ್ಲ, 100 ಕಣಕ್ಕಡೆ ಮುಸ್ಲಿಂ ಬಾಲಕರಿಗೆ ಈ ಅನುಭವ ಆಗಿದೆ. ಆರ್ಗೂ ಗೊಂತಿಲ್ಲ. ಅಪ್ಪ ಪ್ರತಿಭಟನೆಂಗ ಕಾರ್ಯತಂತ್ರಂಗ ನಂಗೆ ಹಾಕೋನು ಎಂದೇ ഒരു വേള അഹമ്മദ് ഖുറേസിയ പിന്നോർത്തമ ഷബീറ പ്രതിഭಟನೆ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഈ ഇന്ത്യത്തിൽ കാനൂನು ഇല്ലാണ്ട് കണ്ടെങ്കിൽ അങ്ങ ചിലപ്പോ എൻകൗണ്ടറുക, അതല്ലെങ്കിൽ കസ്റ്റഡി സാവുക, അതല്ലെങ്കിൽ വേറൊന്നും അങ്ങ് ബലിയാവത്തറി. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ബുദ്ധിವಂತಿകൾ തന്ത്രകാരികളെ പ്രതിഭಟನೆ ആക്കണു. അതുപോലെ ಕಾನೂನಾತ್ಮಕമായിട്ട് പോലീസ് ഇലാഖയിൽ ചൊമ്മ മുസ്ലിം ബാലക്കാർ ಸೇರಗಣಿಕತೆ ವ್ಯವಸ್ಥೆಗಳെ കാണുന്നു. ഒരു വേള നമുക്ക് ന്യായമായിട്ട് മുസ്ലിം സമുദായത്തിന് ആ കാൻഡിഡേറ്റ് ആ പോസ്റ്റ് നമുക്ക് കിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ಅದಕ್ಕೆ ಬೇನ್ಮಾയിട്ട് ಹೋರಾಟ ಹಾಕಲು ಪ್ರಯತ್ನ ಹಾಕೋಣ. ഇങ്ങനെ സാർവത്രികമായിട്ട് മുസ്ലിം ഉമ്മത്തിനെ എംപവർ ആക്കുന്ന ഗണികത്തെ കാര്യം നടക്കണോ. അവിടെ ആയിട്ട് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ಬಡಿಬಾಡಿಯದೆ ಮುಸ್ಲಿಮಗೋ ഒരു പൊത്തുಲು ಜಂಡು ಬಟ್ಟ ಪಾಂಬು ಕೊತ್ತಲೆ. ಮುಸ್ಲಿಮಗು ഒരു പൊത്തുಲು ಜಂಡು ಬಟ್ಟ ಪಾಂಬು ಕೊತ್ತಲೆ ചൊന്നെങ്കിൽ അവൻ ആൽച്ചനാക്കു ഉറക്ക കടിക്കുമ്പോ ആൽച്ചനാക്കു ജണ്ടാമത് കടിപ്പാട്ടുകളല്ലേ. ഉറക്ക അടി കിട്ടിയെങ്കിൽ രണ്ടാമത് അടി കിട്ടൊക്കെ തീരാ. ഒരു മുഅ്മിൻ ഒരു മുസ്ലിം ഇതായിട്ട് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി രണ്ടാമത്തെ അടി കിട്ടുമ്പോ നിങ്ങൾ ഗട്ടിയായിട്ട് വേണോ. അതായിട്ട് നിങ്ങളോട്ട് ഞാൻ ഇണ്ട് ചൊല്ലുള്ളത്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ സമുദായത്തിന് വേണമായ സന്ദേശമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ കാത്തു സലാമത്താകട്ടെ. ഈ സമുദായത്തെ രക്ഷപ്പെടുത്തിട്ട് ബുദ്ധിವಂತಿകളും വിവേകം യുക്തമായിട്ടും പ്രവർത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്